الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وأن المساجد لله فلا تدعوا مع الله أحدا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് പറഞ്ഞു, ലാ തശുദ്ദു റിഹാല ഇല്ലാ ഇലാ സലാസതി മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം ഉദ്ദേശിച്ച് കെട്ടുകെട്ടി പുറപ്പെടരുത്. ആ 3 പള്ളികൾ വിശദീകരിച്ചത്, ഒന്ന് മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാം. രണ്ടാമത്തേത് മദീനയിലെ അൽ മസ്ജിദുൻ നബവി. മൂന്നാമത്തേത് ഫലസ്തീൻ, അതിലെ ബൈത്തുൽ മുഖദ്ദസ് എന്നറിയപ്പെടുന്ന പള്ളി മസ്ജിദുൽ അഖ്സ. ഈ 3 മാത്രമാണ് സിയാറത്തിന് വേണ്ടി കെട്ടുകെട്ടി പുണ്യം തേടി യാത്ര പോകാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിലെ നിയമം. മറ്റു ജാറങ്ങളിലേക്കോ ദർഗകളിലേക്കോ നമ്മൾ ഇന്ന് പോകുന്ന സിയാറത്ത് ടൂർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. അജ്മീറിലേക്ക്, നാഗൂര്, മുത്തുപ്പേട്ട, അതൊക്കെ ആരോ എന്ന് പോലും കൃത്യമായി അറിയാത്ത, അറിഞ്ഞാലും അതിന് ഇസ്ലാമികമായി പിൻബലമില്ലാത്ത യാത്രകളാണ് അവിടേക്കൊക്കെയുള്ള ജാറങ്ങളിലേക്കും ദർഗകളിലേക്കുമുള്ള പുണ്യയാത്ര. പുണ്യയാത്രയല്ല, അറിയാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടും സംഭവിക്കുന്നതാണ്. ഇവിടെയാണ് പുണ്യമുള്ളത്. പുണ്യമുള്ളിടത്തേക്കാണ് പുണ്യം തേടി നമ്മൾ പോകേണ്ടത്. അവിടെയാണ് ബർക്കത്തുള്ളത്. ബാറക്നാ ഹൗലഹു. ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി, മസ്ജിദുൽ അഖ്സയെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ബർക്കത്തുള്ളയിടത്തു നിന്നാണ് ബർക്കത്ത് കിട്ടേണ്ടത്. വേറെ എവിടെയും ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. മക്കയിലെ മസ്ജിദുൽ ഹറാമിനെ പറ്റി ഖുർആനിൽ അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദൽ ലിൽ ആലമീൻ. മക്കയിലുള്ള മസ്ജിദുൽ ഹറാം അത് ബർക്കത്തുള്ളതാണ്. മുബാറക്കൻ, ബർക്കത്താണ് അവിടെ. മദീനയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മുദ്ദിഹാ വസാഇഹാ. അല്ലാഹുവേ, മദീനയിലെ അളവുകൾക്ക്, മുദ് സാഇ എന്ന തളവാണ്, അതിലൊക്കെ അവർക്ക് ബർക്കത്തുണ്ടാക്കണേ എന്ന്
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ 3 പള്ളികൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അവിടെ ബർക്കത്തുണ്ട്, പുണ്യമുണ്ട്, അവിടെ പോയാൽ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കെട്ടുകെട്ടി ഒരുങ്ങി അവിടെ ഇത്തിക്കാഫിന് വേണ്ടി ചടഞ്ഞുകൂടാൻ അങ്ങോട്ട് യാത്ര അനുവദിക്കപ്പെട്ടതാണ്. വേറെയുള്ള ഒരു ജാറത്തിലും ദർഗയിലും പോയിട്ട് ചടഞ്ഞുകൂടി അവിടെ ഭജന ഇരിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. അത് മസ്ജിദുകളാണ്. മസ്ജിദുൽ ഹറാമില് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് ഓഫർ. മദീന പള്ളിയിലും അങ്ങനെ തന്നെയാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്തുകൾ നിസ്കരിച്ച പ്രതിഫലമാണുള്ളത് മദീനയിൽ. മസ്ജിദുൽ നബവിയില്, മസ്ജിദുൽ അഖ്സയില് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും 500 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലമുണ്ട് ഒരു റക്അത്ത്. അതുകൊണ്ട് അവിടെ ചടഞ്ഞുകൂടുന്നതും ഇബാദത്ത് ചെയ്യുന്നതും അതാരുടെയും മഖ്ബറയുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല, ഒക്കെ പുണ്യകരമായ കാര്യമാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂല് പ്രയോഗിച്ചത് മസ്ജിദ് എന്നാണ്. ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. നമ്മൾ സാധാരണ പള്ളി എന്ന് പറയും. പള്ളി എന്നത് ക്രിസ്ത്യൻ സഹോദരന്മാര് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, പള്ളി. ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോയാൽ പള്ളി എവിടെയെന്ന് വെച്ചാൽ നോക്കിയോടത്തൊക്കെ പോലെ നമുക്ക് പള്ളി കാണിച്ചു തരും. പക്ഷെ നമ്മുടെ പള്ളി വളരെ വിരളമായിരിക്കും. നമ്മൾ മസ്ജിദാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം. ഭൂമിയിൽ എവിടെയും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാം എന്നാണ്. സാഷ്ടാംഗം നമിക്കുക, 8 അംഗത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നമിക്കുന്നതിനാണ് സാഷ്ടാംഗം. 8 അംഗത്തോടു കൂടി എന്ന് പറയുന്നത്. മുഖവും കൈയിന്റെ ഉള്ളം കൈയും അതുപോലെ തള്ളവിരലിന്റെ ഉൾഭാഗവും ഒക്കെ കൂടി 8 സ്ഥലം. അത് അള്ളാന്റെ മുമ്പിൽ നിലത്ത് വെക്കുന്ന സ്ഥലത്തിനാണ് സുജൂദ് ചെയ്യുന്ന സ്ഥലം അഥവാ മസ്ജിദ് എന്നറിയപ്പെടുന്നത്. ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന് വളരെയധികം പുണ്യമുണ്ട് എന്നാണ്. കാരണം ഭൂമിയിൽ എവിടെയും സുജൂദ് ചെയ്യാമെന്ന് അത് അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത ഒരനുഗ്രഹമാണ്. മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ചില സൗകര്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് ജുഇലത്തിലിയൽ അർളു മസ്ജിദൻ വതഹൂറാ. ഭൂമി മുഴുവൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി മുഴുവനും പരിശുദ്ധമാണ്, ശുദ്ധിയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അത് മസ്ജിദാണ്. ചില റിപ്പോർട്ടിൽ കാണാം ഐനമാ അദ്റകതുഹു സ്വലാ ഫല്യുസല്ലി. എവിടെ വെച്ചിട്ടാണോ നിസ്കാരത്തിന്റെ സമയമായത് എങ്കിൽ അവിടെ വെച്ച് അവൻ നിസ്കരിക്കട്ടെ. നമുക്കിപ്പോഴും അതൊന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പോയിട്ട് അറബികളെ കുറ്റം പറയില്ലാണ്. അറബികളൊക്കെ ഈത്തപ്പനത്തോട്ടത്തിൽ പണിയെടുക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുത്താൽ ടൈമായ അവിടെ വെച്ച് പോലെ തയമ്മം ചെയ്ത് നിസ്കരിക്കും. അങ്ങനെയാണ് വേണ്ടത്. നമുക്കതിലൊക്കെ വിശ്വാസമാണ്. നമ്മൾ നിസ്കാരം തൽക്കാലം മാറ്റി വെക്കും. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അത് പാടില്ല. നിസ്കാരം മാറ്റി വെക്കല്ല പരിഹാരം. എവിടെ വെച്ചിട്ടാണോ നിസ്കാരത്തിന്റെ സമയമായത് എങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കണം. ഒളു എടുക്കാൻ നിങ്ങൾക്ക് വെള്ളമില്ലെങ്കിൽ ഖുർആൻ പറഞ്ഞു ഫതയമ്മമു സഈദൻ ത്വയ്യിബ. നിങ്ങൾ നല്ല ഉപരിതലം നിങ്ങൾ ഉദ്ദേശിക്കണം. ചിലപ്പോൾ വിമാനത്തിലായിരിക്കാം, അതിന്റെ ഉപരിതലം നമുക്ക് ഉപയോഗപ്പെടുത്താം. അവിടെ അടിച്ച് തയമ്മം ചെയ്യാം. ഒരു അടിയടിച്ച് മുഖം തടവി 2 കൈയും ഒന്ന് മുൻകൈ തടവിയാൽ തയമ്മുമായി. പക്ഷെ നമ്മുടെ ഉസ്താദന്മാര് മസ്അല പറഞ്ഞ് നിസ്കരിക്കാൻ അയക്കൂല. ആശുപത്രി പോയാൽ പിന്നെ നിസ്കാരമല്ല, മരിക്കണ വരെ. മരിച്ചില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ 1-2 കളാഹ് കിട്ടാന്ന് പറഞ്ഞു നിസ്കരിക്കും.
സിയാറത്തിന് പോണോലോ ഒപ്പം നിൽക്കണോലോ ആരും പിന്നെ ഒക്കെ കൂടി നിസ്കാരം മാറ്റലാണ്. എവിടെയും നിസ്കരിക്കാം. ഭൂമിയിൽ വൃത്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മണ്ണ് വൃത്തിയുള്ളതാണ്. അത് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതാണ്. അതാണ് തഹൂർ. അവിടെയൊക്കെ സുജൂദ് ചെയ്ത് നെറ്റിവെച്ച് നമസ്കരിക്കാവുന്നതാണ്. പ്രത്യക്ഷത്തിലുള്ള നജീസുകൾ ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കിയ. അതുകൊണ്ട് ഹദീസിൽ കാണാം, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, അല്ലാഹ്ക്ക് വേണ്ടി ഒരാൾ ഒരു മസ്ജിദ് നിർമ്മിച്ച. ചില റിപ്പോർട്ടിൽ കാണാം വലൗ കമിഫ്ഹസി ഖത്താ, അത് ഒരു കാടപ്പക്ഷി കൂട് കൂട്ടുന്ന അത്രയാണെങ്കിലും ശരിയത്. കാട നമ്മൾ വാങ്ങണ കാടല്ല, അതിന് കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കലാണ്. കാട്ടില് ജീവിക്കുന്ന കാടപ്പക്ഷി, അതിന്റെ പ്രത്യേകത അത് നിലത്താണ് കൂടുണ്ടാക്കുക എന്നുള്ളതാണ്. അത് നിലത്ത് ചെറിയൊരു കുഴിയുണ്ടാക്കി അവിടെ അടയിരുന്ന് മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കും. കുറച്ച് സ്ഥലമേ ഉള്ളൂ. അത്ര പോലും ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ ബനല്ലാഹു മിസ്ലഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ അതുപോലെ ഒരു വീട് അള്ളാഹു അവന് നിർമ്മിച്ചു കൊടുക്കുമെന്ന്. ഇസ്ലാമിലെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിന് വലിയ പ്രത്യേകത, മസ്ജിദിന് വലിയ പ്രത്യേകതയുണ്ട്. ആര് കയറ്റിയാലും എന്തിന് കയറ്റിയാലും ആ പള്ളി പിന്നെ അള്ളാഹുവിന്റെ പള്ളിയാണ്. അത് അള്ളാഹുവിന്റെ പള്ളിയാണ്. കയറ്റുമ്പോ ചിലപ്പോ ഒരു മുതലാളി കയറ്റിയതാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന കയറ്റിയതാവും. പക്ഷെ പള്ളി കയറ്റി കഴിഞ്ഞാൽ ആ പള്ളി പിന്നെ അള്ളാഹുവിന്റെ പള്ളിയാണ്. മൻ ബനാ ലില്ലാഹി മസ്ജിദ, അത് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി കയറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യം, പള്ളി കയറ്റുന്നത് ആരോടെങ്കിലുമുള്ള വൈരാഗ്യം തീർക്കുവാനോ സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കോ മറ്റു സാമൂഹ്യ പ്രശ്നങ്ങൾക്കോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുവാനോ വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാനോ ആണെങ്കിൽ അത് പാടില്ല. കാരണം പള്ളിയെക്കുറിച്ച് വളരെയധികം പുകഴ്ത്തി പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ ഒരു പള്ളിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ പള്ളിക്ക് അള്ളാഹു പറഞ്ഞ പേര് മസ്ജിദുൽ ളിറാർ എന്ന, കുഴപ്പമുണ്ടാക്കുന്ന പള്ളി. ആദർശം നിലനിർത്താനായിരിക്കണം പള്ളി. നാം വിശ്വസിക്കുന്ന ആദർശത്തിനനുസരിച്ച് നമ്മളെ പള്ളി നിർമ്മിക്കണം എന്ന്. എന്നിട്ട് ആദർശം, പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും പഠിപ്പിക്കുന്ന ആദർശം അവിടെ നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. അതിനായിരിക്കണം പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെത്തിയപ്പോ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ഖുബ. മക്കത്ത് പോയവരൊക്കെ അവിടെ ഇടയ്ക്കൊക്കെ നബി പിന്നെയും വന്നിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. അവിടെ നിസ്കരിച്ച പുണ്യമുണ്ട്. ഖുബ മസ്ജിദ്. ആളുകളൊക്കെ അങ്ങോട്ട് ആകർഷിക്കണം കണ്ടപ്പോ നബി തങ്ങൾ ഒരു യാത്ര പോയ വേളയിൽ കുറെ മുനാഫിഖുകൾ കൂടിയിട്ട്, അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടിയിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ഉദ്ദേശം എന്തായിരുന്നു? ഇസ്ലാമിനെ നശിപ്പിക്കാനായിരുന്നു. യഹൂദികളാണത് ചെയ്തത്. ഖുർആനിൽ അത് വ്യക്തമായി പറയുന്നു. തന്നെയുമല്ല, ആ പള്ളിയിൽ അതിന്റെ ഉദ്ഘാടനത്തിന് ഇമാമായി നിസ്കരിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർ ക്ഷണിച്ചത്. നബി വരാം എന്നും ഏറ്റു. നബി വരാമെന്ന് ഏറ്റു. കാരണം അതിലൊക്കെ അവർക്ക് ഒരു ലക്ഷ്യമുണ്ടായി. ഞങ്ങൾ ഉണ്ടാക്കുന്ന പള്ളിയിൽ മുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചാൽ അതുകൊണ്ട് ആ മുസ്ലിങ്ങളൊക്കെ നമുക്ക് ഒരു പാട്ടിന് പിടിക്കാം, പിന്നീടത് പറഞ്ഞു നടക്കാം, നമ്മുടെ കള്ളത്തരം ആരും അറിയില്ല എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അവരാ പള്ളി നിർമ്മിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വല്ലദീന ഇത്തഖദൂ മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ.
വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു. അവര് പള്ളി നിർമ്മിച്ചവരാണ്. എന്തിനാണ് അവർ പള്ളി നിർമ്മിച്ചത്? മസ്ജിദൻ ളിറാറൻ, ളിറാറിന്റെ കുഴപ്പം പിടിച്ച പള്ളിയാണ്, ഫിത്നയുടെ ഫസാദിന്റെ പള്ളിയാണ് അവർ നിർവഹിച്ചത്. വകുഫ്ര, ആ പള്ളി അവിടെ നിർമ്മിച്ചത് കുഫ്രാണ്, നന്ദികേടാണ്. മാത്രമല്ല വഇർസാദൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, അത് ഒന്നിച്ചു പോകുന്ന മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. മാത്രമല്ല വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് ഒളിത്താവളം ഒരുക്കാൻ വേണ്ടിയായിരുന്നു അവർ ആ പള്ളി നിർവഹിച്ചത്. അതിലേക്കാണ് ഉദ്ഘാടനത്തിന് നിന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലാ തഖും ഫീഹി അബദാ, ഒരു കാരണവശാലും നിങ്ങൾ അതിലേക്ക് നിസ്കരിക്കാൻ പോകരുതേ എന്ന് നബിതങ്ങൾ യാത്രാമധ്യേ നബിതങ്ങൾക്ക് വഹി ഇറങ്ങിയതാണ് ഈ ആയത്തുകൾ. അവിടെ ഒരിക്കലും പോകരുത്, അവിടെ നിസ്കരിക്കരുത്, അവിടെ നിസ്കരിക്കരുത്. കാരണം ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ അധിഷ്ഠിതമായി മിൻ അവ്വലി യൗമിൻ, ആദ്യം തന്നെ നിർവഹിച്ച ഒരു പള്ളി അവിടെയുണ്ട്. ഫീഹി അഹഖു അൻ തഖൂമ ഫീഹി, അതിലാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. അത് ഖുബാ പള്ളി. ഖുബാ പള്ളി അവിടെ ഉണ്ടായിരിക്കെ ഫിത്ന മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജൂതന്മാരുടെ ഒരു നേതാവിനുണ്ടായ ഒരപമാനത്തെ മറികടക്കാൻ അവർ നിർമ്മിച്ച ഫിത്നയുടെ പള്ളിയിൽ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ വിലക്കാൻ. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതഹറു, ഖുബാ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ആളുകള് ഉദ്ദേശശുദ്ധിയുള്ളവരാണ്, അതേപോലെ തന്നെ ശാരീരിക ശുദ്ധിയും ഉള്ളവരാണ്. ഖുബാ നിവാസികളെ പറ്റി അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതെന്താണ് കാരണം? ഖുബാ നിവാസികളായ ആളുകളുടെ പ്രത്യേകത, പണ്ടുകാലത്ത് ആദ്യകാലത്ത് ആളുകളൊക്കെ മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കാൻ മണ്ണോ കല്ലോ കട്ടയോ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് തെറ്റല്ല. ഇന്നും നമുക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോയാൽ, ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയാൽ അവിടെയൊന്നും എന്തില്ല, 5 സ്റ്റാർ ഹോട്ടലില് ബാത്റൂമില് ടോയ്ലറ്റില് വെള്ളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഴുകാനുള്ള സൗകര്യം ഉണ്ടാവില്ല, ടിഷ്യൂ പേപ്പർ ഉണ്ടാവില്ല. വൃത്തിയാക്കാം, പക്ഷെ അവരുടെ രീതി നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടി പനിച്ചു പോരും, അതാണ്ടാകുക. അതിനൊരു സ്റ്റൈലും ഒരു രീതിയൊക്കെ ഉണ്ട്, അത് പഠിക്കാനുണ്ട്. വാഷ് ബേസിലല്ലേ വെള്ളം ഉണ്ടാവും, കോപ്പ നമ്മൾ കൊണ്ടുപോകണം. അത് കുഴപ്പമില്ല, അങ്ങനെ ആയിരുന്നു പഴയ കാലത്തൊക്കെ. ഇല്ലാത്ത സംഗതി കഠിനമായ തണുപ്പുറത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെ, അത് വൃത്തിയാവും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്നും ഖുബാ നിവാസികള്, ഏറ്റവും നല്ലത് അത് തന്നെയാണ്, ഖുബാ നിവാസികള് അന്നും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കിയിരുന്നു എന്നതാണ് ആ മനുഷ്യരുടെ പ്രത്യേകത. ആലോചിച്ച് നോക്കിക്കളെ, അത് അവരുടെ വൃത്തിയുടെയും സൂക്ഷ്മതയുടെയും അടിസ്ഥാന കാര്യമാണ്. മനസ്സിന്റെ ഈമാനിന്റെയും സൂക്ഷ്മതയുടെയും ഒരു ഭാഗമാണത്. അയിമ മാത്രം മതിയാകാത്തത് കൊണ്ടല്ല, അവർക്ക് തൃപ്തിയാകാത്തത് കൊണ്ട് അവരുടെ മനസ്സും കൂടി ഈ ശരീരം വൃത്തിയാക്കുന്നതിലൂടെ അവരുടെ മനസ്സുകൂടി വായിച്ചെടുക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫീഹി റിജാലുൻ, അവിടെ ചില ആളുകളുണ്ട്, യുഹിബ്ബൂന അൻ യതഹറു, അവർ വൃത്തി, തഹാറത്ത്, ശുദ്ധി ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുബാ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മതി എന്നാണ്. അപ്പൊ പള്ളി എന്നത് പുണ്യകരമാണ്, അത് നിർമ്മിക്കുന്നത് പുണ്യകരമാണ്, അതിന്റെ പരിപാലനം പുണ്യകരമാണ്. പരിപാലനം പുണ്യകരമാണ്. അല്ലാഹു തആല ഇബ്രാഹിം നബി നിർമ്മിച്ച ആ കഅബയെ, പുനർനിർമ്മിച്ച ആ കഅബയെ ശുദ്ധീകരിക്കാൻ ഏൽപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. പള്ളി എപ്പോഴും വൃത്തിയുണ്ടാവണം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ ആരോപണത്തിന് വിധേയമാകുന്നത് തന്നെ നമ്മുടെ പള്ളികളാണ്. ഒരു മൂത്രത്തിന്റെ മണമുണ്ടെങ്കിൽ അവിടെ പള്ളി ഉണ്ടാവും എന്നാണ് സാധാരണ നമ്മളെ വിമർശിക്കൽ. അത് പള്ളിയുടെ കുറ്റമല്ല, കുറഞ്ഞ സ്ഥലം ഉണ്ടാവുള്ളൂ. അത് ഒന്ന് പള്ളി പരിപാലകരുടെ കുറ്റമാണ്. അതിന് മാത്രം ചെലവാക്കില്ല. കാശ് കൊടുത്ത് വൃത്തിയാക്കണേ, കാശ് കൊടുത്ത് വൃത്തിയാക്കിക്കണം.
അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ വൃത്തിയാക്കണം. വളരെ അത്യാവശ്യമാണ്. അത് പള്ളിയുടെ കുറ്റമല്ല, പരിപാലനത്തിന്റെ കുറവാണ്. പക്ഷെ അതൊക്കെ ഇന്ന് പറയുന്ന എക്സ് മുസ്ലിങ്ങളും ഇവരൊക്കെ വിമർശിക്കുക. പള്ളി നിങ്ങള് രാജ്യത്ത്, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിലൊക്കെ പോയാല് അവിടെ ഒന്നും പള്ളി അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ ഇല്ല ശരിക്കും. അതാണ് അതിന് നല്ലത്. നമുക്ക് ആകെ 2 സെന്റ് സ്ഥലം ഉണ്ടാവും. അതിലൊക്കെ കൂടി ഒതുക്കിയിട്ട് മേറാബിന്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് മൂത്രപ്പരി ഉണ്ടാക്കും. അത്രേ കഴിയുള്ളൂ. വിമർശിക്കല്ല, അത്രേ കഴിയുള്ളൂ. പള്ളിയുടെ പുണ്യുണ്ട്. അപ്പൊ വരുന്നവരൊക്കെ ഇത് പള്ളിയിൽ തന്നെ പറ്റുള്ളൂ എന്നുള്ള നിയത്തിലാണ് പല ആളുകളും വരുന്നത്. പള്ളിന്റെ അടുത്തുള്ള ആളുകളൊക്കെ ശരിക്ക് പള്ളിയിലേക്ക് ഓതുകൊടുത്തിട്ട് വൃത്തിയായി ഓതുകൊടുത്ത് നടന്നു വരുന്ന ഓരോ സ്റ്റെപ്പിനും അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്ന്. പരമാവധി നമ്മൾ ചെയ്യേണ്ടത് പള്ളിയുടെ ടോയ്ലറ്റുകൾ വൃത്തികേടാക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പലയിടത്തും അത് പൂട്ടിയിടേണ്ട ഗതികേട് വരുന്നത്. പക്ഷെ ഇതുവരെ ആവശ്യം നിർവഹിക്കാൻ വരുന്നവനത് തുറന്നു കൊടുക്കേണ്ടതില്ലേ? അതുമുണ്ട്. ഉപയോഗിക്കുന്നവന്റെ മനസ്സാണ് മലീമസമായത്. പള്ളിയുടെ കക്കൂസല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതിനേക്കാൾ വൃത്തികേടാണ് അത് ഉപയോഗിക്കുന്നവന്റെ മനസ്സ്. നേരെ ചൊവ്വ വെള്ളം ഒഴിക്കൂല, നേരെ ചൊവ്വ വൃത്തിയാക്കൂല. ആലോചിക്കൂ, പലയിടത്തും ചിലപ്പോ അവിടെ മാത്രം ഒരു പിഷ്കലാണ്, ഒരു ചെറിയ കോപ്പ കൊണ്ടേക്കും. അതില് വെള്ളം ഒഴിച്ചാ നാറ്റം പോവില്ല. കുറച്ച് വലിയ കോപ്പ വെക്കണം, വലിയ കോപ്പ വേണം. എല്ലാവർക്കും ഉപകാരം. മഹലിലൊക്കെ അങ്ങനെ ചെയ്യണം. വലിയ കോപ്പ വെക്കണം, കൂടുതൽ വെള്ളം ഒഴിക്കണം, മൂത്രം ഒഴിച്ചതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന്. പള്ളിയുടെ പരിപാലനം അത് വലിയ ഉത്തരവാദിത്വം. ഇബ്രാഹിം നബി ഏൽപ്പിച്ച പണിയാണ്. വാഹിദനായില ഇബ്രാഹിം, ഇബ്രാഹിം നബിയോട് കാറെടുത്തു. എന്റെ ബൈത്ത്, എന്റെ വീട് വൃത്തിയാക്കണം, വൃത്തിയാക്കി സൂക്ഷിക്കണം. ആലോചിച്ചു നോക്കൂ, ഏത് വീട്? കഅബ, മസ്ജിദുൽ ഹറാം. ലിത്തായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇത്തികാഫ് ഇരിക്കുന്നവർക്ക്, അവിടെ നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവിടെ റുക്കൂ ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക് എന്റെ പള്ളി വൃത്തിയാക്കണം. അള്ളാന്റെ അനുഗ്രഹത്താൽ ഇന്ന് വരെ സൗദി അറേബ്യയിലെ മക്കയിലെ പരിശുദ്ധ കഅബാലയവും അതിന്റെ പരിസരമായ മസ്ജിദുൽ ഹറാമും പണം ചെലവാക്കിയിട്ട് ഇത് കീപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കൊക്കെ ബാധകമാണ്. സൗദി അറേബ്യയിലെ രാജാവിന് മാത്രല്ല, നമ്മുടെ നാട്ടിലെ പള്ളികൾ വൃത്തിയാക്കേണ്ട ബാധ്യത അവിടെ ഇബ്രാഹിം നബിക്കുണ്ടെങ്കിൽ ഇവിടെ നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ടോയ്ലറ്റ് ഒരിക്കലും പള്ളി അറ്റാച്ച്ഡായിട്ട് പല രാജ്യങ്ങളിലും ഇല്ല. നമ്മൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒറ്റ കാര്യം കഴിയുള്ളൂ. ആരെങ്കിലും അത്യാവശ്യമായിട്ട് ഒതുക്കാനും മൂത്രയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. അല്ലാതെ ബാത്റൂമിൽ കയറിയിട്ടേ പള്ളിക്ക് കയറാൻ പാടുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല. ചില ആളുകൾ കണ്ട അങ്ങനെ തോന്നുക. വീട്ടിലുള്ളതും കൂടി ഒഴിവാക്കിയിട്ട് പള്ളിക്കൽക്ക് വരും. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പള്ളിയുടെ പരിപാലനം. നിനക്കറിയോ, പള്ളി അടിച്ചു വാരിയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. നമ്മളും അങ്ങനെ തന്നെയല്ലോ. പള്ളിക്കല മുക്കരിക്കൊന്നും വലിയ വില നമ്മൾ കൊടുക്കാറില്ല. എല്ലാരെയും ആ പണിക്ക് കിട്ടൂല. നമ്മളിപ്പോ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ബംഗാളികളൊക്കെ കൂടി മൊത്തപടണ്ട്. എന്നാ പിന്നെ അവന് ചോറും കൊടുക്കണ്ട, ലീവും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അവനങ്ങനെ ചെയ്തോളൂ. എല്ലായിടത്തും ലോകത്തൊക്കെ പൈസ കൂടിയാലും ഓനിക്ക് 6000 റുപ്യ 5000 റുപ്യ കൊടുക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് സമാധാനിച്ചിരിക്കും. ഓനത് മതി. ആലോചിക്ക്, പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സ്ത്രീയാണ് നബിന്റെ കാലത്ത്. തഖുമ്മുൽ മസ്ജിദ്. ഈ പെണ്ണ് മരിച്ചു, രാത്രി മരിച്ചു. മരിച്ചാ പിന്നെ വേഗം മറയ്യ. സഹാബികൾക്കും അങ്ങനെ ഒരു മൈൻഡ് നല്ല നിലക്കാണ് കേട്ടോ. അവര് കൊണ്ടുപോയി മറവീത്. ഈ പെണ്ണിനെ കൊണ്ടുപോയി മറവീത്. നബി തങ്ങള് രാവിലെ വന്നപ്പോ പെണ്ണിനെ കാണാനില്ല. പള്ളി അടിച്ച് സാധാരണ അടിച്ചു വരാൻ വരുന്ന കാണല്ല. നബി അന്വേഷിച്ചു, എവിടെയാണ് ആ പെണ്ണ്? അപ്പൊ അവര് പറഞ്ഞു, മരിച്ചു, മറയിതു. അവരൊക്കെ ഒരു മുക്രിക്ക് അത്ര സ്ഥാനേ കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു പള്ളി പരിപാലനത്തിന് കൊടുത്ത സ്ഥാനാണ്. നബി തങ്ങൾ ചോദിച്ചു, അവല ആദം തുമുന്നി,
നിങ്ങൾ എന്താണ് എന്നെ അറിയിക്കാഞ്ഞത്? ഗൗരവമുള്ള വിഷയമാണ്. അത് പള്ളിക്കലെ മുക്രിയല്ലേ? നമ്മളങ്ങനെ തന്നെ. വാപ്പാക്ക് എന്താ ചെക്കന്റെ വാപ്പാക്ക് പണി പള്ളിക്കലെ മുക്ര, എന്നാ പെണ്ണ് അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്ക. നിങ്ങൾ എന്തേ പറയാഞ്ഞത്? അവര് പറഞ്ഞു ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. മറവ് ചെയ്തു. ദുല്ലൂനി അലാ ഖബ്രിഹ, അവളുടെ ഖബർ എനിക്ക് കാണിച്ചു തരണം. ഖബർ കാണിച്ചു. നബി തങ്ങൾ പോയിട്ട് ഖബറിങ്ങ നിസ്കരിച്ചു. വലിയൊരു ഹുക്മ് അതിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുക. മരിച്ചോടത്ത് മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ പള്ളിത്തൊടുവിൽ നമുക്ക് ഖബറിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം. അത് എത്ര ദിവസം എന്ന് പണ്ഡിതന്മാർക്ക് ചർച്ച. ചില ആളുകൾ പറഞ്ഞത് 3 ദിവസം വരെ നമുക്ക് അങ്ങനെ ചെയ്യാം. ചിലരൊരാഴ്ച വരെ, ആ ഖബറിലിട്ട മണ്ണ് ഉണങ്ങുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥക്ക് അത് പറ്റൂലല്ലോ. അവർ ജുംഹൂർ ഭൂരിഭാഗം പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് ഒരു 3 ദിവസം വരെ നമുക്കൊരു മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പള്ളിത്തൊടുവിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ മഖബറയിൽ അവിടെ പോയിട്ട് ആ ഖബറിങ്ങ നിന്നിട്ട് നമുക്ക് ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാം. അതിന്റെ കാലാവധി 3 ദിവസം വരെ എന്നതാണ് നമ്മളന്ന് തീരുമാനിക്കേണ്ട ഒരു മസ്അല. ഈ മസ്അല ഉണ്ടായത് എവിടുന്നാണ്? ഒരു പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പള്ളിയിൽ മൂത്രമൊഴിച്ചു ഒരു ചങ്ങാതി വന്നിട്ട്. ആ കാലഘട്ടത്തിൽ പള്ളി എന്ന് പറഞ്ഞാല് ടൈൽസും മാർബിളൊന്നുമല്ല, ഗ്രാനൈറ്റ് ഒന്നുമല്ല, മണലാണ്. മൂത്രമൊഴിച്ചപ്പോ എല്ലാരും പാടെ അവന്റെ നേർക്ക് ചാടി. അങ്ങനെയാണല്ലോ, പള്ളിക്ക് എന്തെങ്കിലും ചെയ്താൽ അവന്റെ നേർക്ക് ചാടും. ഞാൻ ഒരിക്കൽ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പള്ളിക്ക് വന്ന് മൊബൈൽ റിങ് ചെയ്തപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ സെക്രട്ടറിയും പ്രസിഡന്റും ഇമാമും മൗമൂമും മുക്രിയൊക്കെ പാടെ അവന്റെ നേർക്ക് ചെന്നു. അറിയാതെ പറ്റിയതാ, നമ്മൾക്കൊക്കെ സംഭവിക്കും. ഒന്ന് ശ്രദ്ധിച്ചാലും ചിലപ്പോ മനുഷ്യനല്ലേ. ഓ പിന്നെ പോയത് കള്ളു ഷാപ്പിക്കാണ്. കള്ളു ഷാപ്പ് പോയപ്പോ കള്ളിന്റെ ഗ്ലാസ് തട്ടിമറിഞ്ഞു. അപ്പൊ കേശർ നീച്ചു എന്ന് പറഞ്ഞു, സാരല്ല, പുറത്തൊക്കെ കൊട്ടിയിട്ട് ആളെ വേറെ നല്ല ഗ്ലാസ് കൊടുന്നോർക്ക്. ഓൻ നല്ല ഗ്ലാസ്സിൽ കൊടുന്നെടുത്തു. പണിക്കാരൻ വന്നു, അത് തുടച്ചു വൃത്തിയാക്കി. ഓൻ അവിടെ ഇരുത്തിയിട്ട് നന്നായി സൽക്കരിച്ചു. പോകുമ്പോ ക്ലാസിന്റെ കാശ് കൊടുത്തപ്പോ അത് വേണ്ട അറിഞ്ഞു. അതൊക്കെ സാധാരണ അല്ലേ വിട്ട് പിന്നെ പള്ളിക്കൽക്ക് വരല് മാറ്റി കള്ളു ഷാപ്പ് പോക്ക് തുടങ്ങിയെന്നാണ്. അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. ഒരു മനുഷ്യൻ വരാൻ നമ്മൾ വരുന്നത് പോലും മുടക്കും. സഹാബികളൊക്കെ കൂടി അവന്റെ നേരെ തിരിഞ്ഞു. എല്ലാരും അവന്റെ നേരെ തിരിഞ്ഞു. നബി പറഞ്ഞു, അത് കയ്യട്ടെ. ആലോചികള്, റസൂലുള്ളാഹ് അന്ത്യപ്രവാചകൻ, ലോകപ്രവാചകൻ, ആ പ്രവാചകന്റെ നേതൃത്വത്തിൽ നിന്ന് ഈ മനുഷ്യൻ മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കുന്ന ഒരാളെ ശല്യപ്പെടുത്താൻ പാടില്ല. ശല്യപ്പെടുത്തിയുള്ള അവസ്ഥ നമുക്ക് അറിയില്ലേ. കഴിയട്ടെ, മാറി നിൽക്കിന്ന് പറഞ്ഞു. അത് കഴിയണവരെ കാത്തു. ചില മനുഷ്യന്മാര് മൂത്രമൊഴിക്കാന്ന കുറെ നേരം ഉണ്ടാവുമല്ലോ, എത്രയെന്ന് അറിയില്ല, കാത്തു നിന്നു. ഈ കൂടി നിന്ന് എതിർത്ത സഹാബികളോട് പറഞ്ഞു, നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം. കൊണ്ടുവരാൻ പറഞ്ഞ് എന്നിട്ട് അവിടെ ഒഴിച്ചു, വൃത്തിയാക്കി. ഇവര് വൃത്തിയാക്കി. അതാണ് മര്യാദ, അതാണ് പള്ളിയുടെ മര്യാദ. നമ്മളോ ഒരു എലിക്കാട്ടോ വല്ലിക്കാട്ടോ ഒക്കെ കണ്ടാല് ആ മുക്രിക്കഞ്ഞ് ഇല്ലാത്ത കേടൊന്നും ഉണ്ടാവില്ല. ഓനെ പുറത്താക്കണം എന്ന് അടുത്ത കമ്മിറ്റി മീറ്റിംഗ്. അടുത്ത ആഴ്ച ഓനക്ക് വേറെ നടപടി. പിന്നെ ഓന് ജോലി എവിടെയും കിട്ടൂല. അതുകൊണ്ട് മേറാബിനുള്ളിൽ തന്നെ ഒരു പല്ലിയെ പിടിച്ചിരുന്ന സാധനം ഉണ്ടാവും. ഒരു ബ്രഷും ഒരു ചെറിയ മുറം അവിടെ വെച്ചിട്ടുണ്ടാവും. പള്ളിക്കാട്ടത്തിനായിട്ട് ഒരു സാധനം സ്പെഷ്യലാ. നമ്മളൊക്കെ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങൾ ഇത് അറിയാത്തത് കൊണ്ടാണ്. അത് ആരാ കണ്ടിച്ച അവന്റെ ഉത്തരവാദിത്തം. എന്നിട്ട് ഈ മുറം മുക്രേനെ എടുത്തിട്ട് അത് വൃത്തിയാക്കിയിട്ട് വലിച്ചെറിയണം. നമുക്കാർക്കും അത് പറ്റാത്ത മാതിരി ആലോചിച്ചു. നബിന്റെ കാലത്തുണ്ടായത് അങ്ങനെയാണ്. എന്നിട്ട് ആ മനുഷ്യനെ വിളിച്ച് നബി തങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. ഡീറ്റെയിൽസ് ഒന്നും പിന്നെ പറയുന്നില്ല, ഇത്രേ പറയുന്നുള്ളൂ. ഇത് പള്ളിയാണ് കേട്ടോ, മൂത്രമൊഴിക്കാൻ പറ്റൂല, അതിനപ്പുറത്ത് വേറെ സൗകര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. തുപ്പലം കണ്ടു പള്ളിയിൽ. നുഹാമത്ത്, കഫം, കാറിക്കുറച്ച് തുപ്പിക്ക പള്ളിയിൽ. ഐറ്റൊന്നും വിചാരിച്ചിട്ടില്ല. മണലാണല്ലോ പള്ളിയിൽ. എന്തേ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, തുപ്പരുത്. നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മുന്നിൽക്ക് തുപ്പരുത്. തുപ്പലിന്റെ മര്യാദയാണ്. തുപ്പാനും പോലും ഇസ്ലാമിന് മര്യാദ.
മുന്നിലേക്ക് തുപ്പരുത്, ഇടത്തു ഭാഗത്തേക്ക് തുപ്പണം, വലത്തു ഭാഗത്തേക്കും തുപ്പരുത്. പള്ളിയിൽ തുപ്പിയാൽ നിങ്ങളത് മൂടണം. പള്ളിയിൽ തുപ്പിയാൽ നിങ്ങളത് മൂടണം എന്ന് പറഞ്ഞാൽ മണലല്ലേ, പഠിപ്പിച്ചു കൊടുക്കാൻ. അല്ലാതെ ഇതൊന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ല, ഒരാളെയും ഒരു പള്ളിയിൽ നിന്നും അകറ്റിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പള്ളിയോടുള്ള സമീപനം അതായിരുന്നു. അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് അതിന്റെ പരിപാലനം അതിമഹത്തരമാണ് എന്ന് മനസ്സിലാക്കുക. പള്ളി അള്ളാഹനെ മാത്രം ആരാധിക്കാനുള്ള ഒരു ഭവനമാണ്. പലപ്പോഴും നമ്മൾ പള്ളികൾ കയറ്റേണ്ടി വരുന്നത് അള്ളാഹനെ മാത്രം ആരാധിക്കാൻ സൗകര്യപ്പെടാതിരിക്കുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പള്ളികളുടെ അവസ്ഥ. മസാജിദുഹാ ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. അവസാന കാലഘട്ടത്തിൽ പള്ളികൾ ഉണ്ടാകും, ചില റിപ്പോർട്ടുകളിൽ കാണാം, വഹിയ ഖറാബുൻ അനിൽ ഹുദാ. ഒരു നേർമാർഗവും അതൊന്നും മനുഷ്യന് കിട്ടൂല. അവിടുത്തെ ഖുതുബകൾ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഒന്നും പഠിക്കാൻ കഴിയില്ല. അവിടെ ക്ലാസുകൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്. മജ്ലിസുൻ നൂർ, പഴയകാലത്തെ കാര്യങ്ങളൊക്കെ പുതിയ കുപ്പിയിലാക്കി പുതിയ ബ്രാൻഡാക്കിയിട്ട് വിൽക്കാം. എന്താ മജ്ലിസുൻ നൂറിൽ നടക്കുന്നത്? ബദർ മൗലൂദും ബദർമാലയൊക്കെയാണ് പാടുന്നത്. അതിലെ ഇതിവൃത്തം എന്താണ്? ബദരീങ്ങളോടും മമ്പർത്തങ്ങൾ പോലെയുള്ള മഹാന്മാരോടുമൊക്കെ സഹായം ചോദിക്കലും പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറൊക്കെയാണ്. ബദരീങ്ങളോട് സഹായം ചോദിക്കലാണ് ബദർ മൗലൂദിലുള്ളത്. മുഹീദ്ദീൻ മാലയിലുള്ളത് മുഹീദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കലാണ്. ഖുതുബിയത്തിലുള്ളത് മുഹീദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കലാണ്. ഖുർആൻ പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുതിയൊരു ഉസ്താദ് ഒരു പള്ളിയിൽ വന്നാൽ സങ്കടമാണ്. നമ്മുടെ നാട്ടിൽ ഉസ്താദ് പഠിച്ച ഒരു വിവരവും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കില്ല. പിന്നെന്തിനാ ഉസ്താദ്? അവിടുത്തെ ഉമ്മാമാട് ചോദിച്ചാ പോരെ, ഏറ്റവും വയസ്സ് എന്നൊരു ഉമ്മാമാട് ചോദിച്ചാ പോരെ എന്തൊക്കെയാ ഇവിടെ നടക്കല്. അപ്പൊ ഉസ്താദ് ആദ്യത്തെ പ്രസംഗം ഇവിടെ എന്തൊക്കെയാ നടക്കല്? ഇവിടെ ഒന്നും നടക്കില്ല ഉസ്താദെ കുറച്ചു കാലമായിട്ട്. എന്നാ നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും നമുക്കൊരു മജ്ലിസുൻ നൂർ തുടങ്ങാം. പുതിയത് മൂപ്പരവക. മറ്റേ എന്താ എന്നാ എല്ലാ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് നമുക്ക് ഒരു ഖുതുബിയത്ത് തുടങ്ങാം. ഇതൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഖുതുബിയത്ത് എന്ന് പറഞ്ഞ സാധനത്തിൽ അള്ളാന്റെ കൂടെ യാതൊന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കരുതേ എന്ന് പറഞ്ഞ അതേപടി അതിന് നേരെ വിരുദ്ധമാണ് ഖുതുബിയത്തിലുള്ളത്. ഖുതുബിയത്ത് കഴിഞ്ഞാൽ ചെല്ലുന്നത് വരിയുണ്ട്. അതിലുള്ളത് മുഴുവൻ വിദേശികളോട് സഹായം തേടല. മഴ പെയ്യിപ്പിക്കുന്നത്, ഞാൻ മഴനെ പറ്റി ഒരിക്കൽ ഇവിടെ പറഞ്ഞു, ഇത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഓർമ്മല്ല. യാ ഖുതുബാഹിലിസ്സമാ വല്ലർളി റൈസുഹുമാ യാ ഫൈള ഐനൈ വജൂദൈഹിം വഗൈസുഹുമാ. വിദേശികളെ, നിങ്ങളാണ് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്നത്. പള്ളിയുടെ മേറാബിൽ ഇരുന്നിട്ടാ പറയുന്നത്. പള്ളി അള്ളാന്റെയാണ്, അള്ളാന്റെ കൂടെ ആരെയും വിളിക്കരുത്. ഖുതുബത്ത് കഴിഞ്ഞാൽ ചെല്ലണത് യാ അല്ലാഹു യാ അല്ലാഹ് ഫർരിജ്നാ മിൻ വബാ. പണ്ട് കാലത്ത് വബാ കോളറൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഖുതുബിയത്തൊക്കെ ചെല്ലല്. അതുകൊണ്ട് കോളറിൽ നിന്ന് ഇന്നത്തെ കാലത്തെ നിപ്പൊക്കെ വരുമ്പോ ചില ഉസ്താദന്മാരെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, ഇത് മൗലൂദൊക്കെ എടുത്തു പോയിട്ടാ നിപ്പ വരുന്നത്, കൊറോണ വരുന്നത്. യാ അല്ലാഹു യാ അല്ലാഹ് ഫർരിഹ്നാ ബിൻ നുബാ യാ സുൽത്താൻ മുഹയ്യിദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ്. വളാഞ്ചേരി ബുക്ക് സ്റ്റാളിൽ പോയാൽ കിട്ടും ഈ സാധനം. ഖുതുബിയത്ത് ഒന്ന് പോയിട്ട് നോക്കൊണ്ടു. ചിലപ്പോ നമ്മുടെ കൂട്ടുകാരോട് പറയുമ്പോ പറയും അത് യാ സുൽത്താൻ നല്ല ബിസ് സുൽത്താനി എന്ന പുതിയ പ്രിന്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് വരി. ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് പുതിയ പ്രിന്റിൽ മാറ്റം വരുത്തി ബിസ് സുൽത്താൻ അല്ല യാ സുൽത്താനിയാണ്. ഇഷ്ടം പോലെ പഴയ കോപ്പി എന്റെ കയ്യിലുണ്ട്. യാ സുൽത്താൻ മുഹയ്യിദ്ദീൻ, സുൽത്താൻ മുഹയ്യിദ്ദീനെ മുഹയ്യിദ്ദീൻ ശൈഖേ ഉൻസുർനാ, ഞങ്ങളെ കാക്കണേ യാ അല്ലാഹ്, അല്ലാഹുവേ. എന്താപ്പോ അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. ഖുതുബിയത്ത് സമാപിക്കുന്നത് നമുക്കൊക്കെ അറബിയിലല്ലേ, അതിന് പിരിവും കൊടുക്കും. പള്ളിക്ക് എന്തോ സംഭവം വിചാരിച്ചിട്ട് നമ്മളിത് ഭയങ്കര സംഭവമാക്കി മാറ്റും. ആലോചിച്ച് വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളി അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ,
നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും പ്രാർത്ഥിക്കരുത്. മലക്ക്, ജിന്ന്, പിശാച്ച്, വിഗ്രഹങ്ങള്, ദേവി ദേവന്മാര്, ശൈഖന്മാര്, ഖുതുബുമാര്, ദർഗ, കല്ല്, മരം, ഇതിനോടൊന്നും പ്രതീകങ്ങള്, പ്രതിബിംബങ്ങള് ഒന്നിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ മരിച്ചുപോയ മഹാനായിട്ടുള്ള മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയോട് പ്രാർത്ഥിക്കുന്നു. യാ സുൽത്താൻ മുഹയ്യിദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ്. ഈ ബിസ്സുൽത്താൻ എന്ന് പറഞ്ഞാൽ തവസ്സുലേ ആകുള്ളൂ എന്നാണ്. കുറച്ച് ചെറിയ സമാധാനം ഉണ്ടെന്ന് മാത്രം, എന്നാലും ശിർക്കിന്ന് പുറത്തു പോകില്ല. അതുകൊണ്ട് പള്ളികളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരെ, പള്ളിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പറയുന്നില്ല. പള്ളി പരിപാലിക്കുന്നവർ എങ്ങനെയായിരിക്കണം, പള്ളി സജീവമാക്കേണ്ടത് ആരാണ്, പള്ളി എന്തിനാണ്, അതിന്റെ ലക്ഷ്യം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ് തുടങ്ങിയവയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ഖുതുബയിൽ പറ്റിയെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ മറ്റൊരു ഖുതുബയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പള്ളി പരിപാലനമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മളാണ് നമ്മുടെ പള്ളി പരിപാലിക്കുന്നത്. അതിലേക്ക് കാര്യമായി സംഭാവന ചെയ്യണം എന്നുകൂടി അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.